ഏവർക്കും സ്വാഗതം ഡിസിയർ പി എസ് സിയിലേക്ക് ദ കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ. നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഗവേഷണ കേന്ദ്രങ്ങളുടെ ബാക്കി കാര്യങ്ങളാണ്. ഓൾറെഡി ഗവേഷണ കേന്ദ്രങ്ങൾ എന്ന ടോപ്പിക്കിൽ 3 ക്ലാസ്സുകൾ ചെയ്ത് കഴിഞ്ഞതാണ്. കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങളുടെ ഒരു ക്ലാസ്സും ഇന്ത്യയിലെ ഗവേഷണ കേന്ദ്രങ്ങളുടെ പാർട്ട് 1ഉം പാർട്ട് 2ഉം അങ്ങനെ മൊത്തം 3 ക്ലാസ്സുകൾ ചെയ്ത് കഴിഞ്ഞതാണ്. ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഈ ക്ലാസ്സിലേക്ക് വരിക. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതോടൊപ്പം ചേർന്ന് നടക്കുന്ന ബെൽ ഐക്കണോട് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നത് എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഗവേഷണ കേന്ദ്രങ്ങൾ, ബാക്കി ഗവേഷണ കേന്ദ്രങ്ങൾ. ശ്രദ്ധിക്കൂ, അതിലാദ്യം പറയുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ഐസർ എന്ന് പറയും. IISER, നമുക്ക് ഐസർ എന്ന് വായിക്കാം. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ഐസറിൻ്റെ ആസ്ഥാനങ്ങൾ, അതായത് ഐസറിൻ്റെ കുറച്ച് സ്ഥാപനങ്ങൾ, 7 സ്ഥാപനങ്ങളുണ്ട്. 7 എണ്ണം ഉണ്ട്. ഐസറിന് 7 സ്ഥാപനങ്ങൾ. അപ്പോൾ സ്ഥലങ്ങൾ എവിടെയാണ്? മൊഹാലിയുണ്ട്, പൂനെയുണ്ട്, ബെർഹാംപൂരുണ്ട്, തിരുപ്പതി, തിരുവനന്തപുരം, കൊൽക്കത്ത, ഭോപ്പാൽ. ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. മൊഹാലി ചോദിക്കാം, പൂനെ ചോദിക്കാം, തിരുവനന്തപുരം, കൊൽക്കത്ത, ഭോപ്പാൽ ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. വേണമെങ്കിൽ തിരുപ്പതിയും ബെർഹാംപൂരും നമുക്കൊന്ന് ഒഴിവാക്കാം വേണമെന്നുണ്ടെങ്കിൽ. മൊഹാലി എവിടെയാണ്? മൊഹാലി പഞ്ചാബിലാണ്. പൂനെ മഹാരാഷ്ട്രയിലാണ്. ശ്രദ്ധിക്കൂ. ബെർഹാംപൂർ എവിടെയെന്ന് ചോദിച്ചാൽ അത് ഒഡീഷയിലാണ്. തിരുപ്പതി അറിയാം, തമിഴ്നാട്ടിലാണ്. തിരുവനന്തപുരം നമുക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിലാണ്. ദെൻ കൊൽക്കത്ത ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളിലാണ്. ഭോപ്പാൽ ചോദിച്ചാലോ, ഭോപ്പാൽ എവിടെയെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഐസറിൻ്റെത്. ഈ സ്ഥാപനങ്ങൾ ഇത്രയും ഓർത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. അതുകൊണ്ടൊരു ചെറിയൊരു കോഡിലൂടെ നമുക്കങ്ങ് പഠിക്കാം. ആ കോഡ് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ആ കോഡ് എന്തിൻ്റെ കോഡാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും തിരിഞ്ഞു പോകത്തില്ല. അത് എന്തിൻ്റെ കോഡാണെന്നും ആ കോഡിനകത്ത് സൂചനയുണ്ട്. അതിനകത്ത് അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ കറക്റ്റ് സ്ഥാപനങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. എവിടെയാണ് ആസ്ഥാനങ്ങളെന്നും കറക്റ്റ് കിട്ടുകയും ചെയ്യും. നമുക്ക് നോക്കിയാലോ കോഡ് ഏതാണെന്ന്. ശ്രദ്ധിക്കുക, നോക്കിയോ. മോഹൻ്റെ പൂജാ ബേട്ടി. ആരെ പൂജാ ബേട്ടിയാണ്? മോഹനൻ. ഓക്കെ, മോഹൻ്റെ പൂജാ ബേട്ടി അനന്തനെ കൊല്ലാൻ പാലിൽ ഐസ് ചേർത്തു. പാലിൽ ഐസ് ചേർത്താൽ മരിക്കുമോ? ഇല്ല. പക്ഷെ എന്ത് ചെയ്തു? പൂജാ ബേട്ടി എന്ത് ചെയ്തു? അനന്തനെ കൊല്ലാൻ വേണ്ടി പാലിൽ ഐസ് ചേർത്തു. അത്രയും അങ്ങ് ഓർത്താൽ മതി. മോഹൻ്റെ പൂജാ ബേട്ടി അനന്തനെ കൊല്ലാൻ പാലിൽ ഐസ് ചേർത്തു. ഇതെന്താണ് ഈ കോഡ്? ഒന്ന് നോക്കിയേ. മോഹൻ്റെ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടും? മൊഹാലി. അതിലാദ്യത്തെ എന്ത് കിട്ടും? മൊഹാലി എന്ന് കിട്ടും. മോഹൻ്റെയിലുള്ള മൊഹാലി, പഞ്ചാബിലെ മൊഹാലി. പൂജ എന്നുള്ളതിൽ നിന്നും പൂ എന്ന് പറയുമ്പോൾ പൂനെ നമുക്ക് കിട്ടില്ലേ? പൂനെ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് പൂനെ. അടുത്ത ബേട്ടി എന്നുള്ളതിൽ BE എന്ന് പറയുമ്പോൾ ബെർഹാംപൂർ, ഒഡീഷ. എങ്ങനെയാണ്? ബെർഹാംപൂർ, ഒഡീഷ. TI എന്താണ്? അത് തിരുപ്പതിയുടെ T ആണെന്ന് ഓർത്താൽ മതി. തിരുപ്പതി എവിടെയെന്ന് ചോദിച്ചാൽ തിരുപ്പതി തമിഴ്നാട്ടിലാണ്. മോഹൻ്റെ പൂജാ ബേട്ടി, അത്രയും ക്ലിയറായി. മോഹൻ്റെ എന്ന് പറയുമ്പോൾ മൊഹാലി കിട്ടി. പൂജ എന്നുള്ളതിൽ പൂ എന്ന് പറയുമ്പോൾ പൂനെ. ബേട്ടിയിലെ B എന്ന് പറഞ്ഞാൽ ബെർഹാംപൂരാണ്. TI എന്ന് പറഞ്ഞാലോ തിരുപ്പതിയാണ്. അനന്തനെ അതിന് പറഞ്ഞു തരണോ? തിരുവനന്തപുരം എന്നല്ലേ നമ്മൾ പറയുന്നത്, തിരുവനന്തപുരം. അപ്പോൾ നോക്കി, അനന്തനെ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഏത് കിട്ടും? തിരുവനന്തപുരം എന്നുള്ളത് കാര്യം കിട്ടും. ഓക്കെ. ദെൻ കൊല്ലാൻ എന്ന് പറയുമ്പോൾ അതിൽ കൊൽക്കത്തയുണ്ട്. അതിൽ കൊല്ലാൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് കൊൽക്കത്തയുണ്ടെന്ന് ഓർക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് പാലിൽ എന്ന് പറയുമ്പോൾ ഭോപ്പാൽ. അതിന് പാലിൽ നിന്ന് എന്ത് കിട്ടണം? ഭോപ്പാൽ കിട്ടണം. അപ്പോൾ ഭോപ്പാലും കിട്ടി. ഐസ് ചേർത്തു. അതിന് ഐസ് ചേർത്തേ. ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസർ, IISER. ഓക്കെ, ഇതെല്ലാം ഐസറിൻ്റെ ആസ്ഥാനങ്ങളാണ്. ഓക്കെ, ഐസറിൻ്റെ ആസ്ഥാനങ്ങൾ എവിടെയൊക്കെ ഉണ്ട്? മൊത്തം 7 എണ്ണം ഉണ്ട്. മൊഹാലി, പൂനെ, ബെർഹാംപൂർ, തിരുപ്പതി, തിരുവനന്തപുരം, കൊൽക്കത്ത, ഭോപ്പാൽ. ഇതെല്ലാം ഏതിൻ്റെ ആസ്ഥാനങ്ങളെന്ന് ചോദിച്ചാൽ IISER, ഐസറിൻ്റെ ആസ്ഥാനങ്ങളാണ്. ഏതൊക്കെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ക്ലിയർ ആവുന്നുണ്ടോ? മൊഹാലി, പൂനെ, ബെർഹാംപൂർ, തിരുപ്പതി, തിരുവനന്തപുരം, കൊൽക്കത്ത, ഭോപ്പാൽ. അപ്പോൾ അത് മറന്നു പോകില്ല. ഇനി നോക്കിയേ, അടുത്ത് പറയുന്നു നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണിത്. ഓക്കെ, നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അതുപോലൊരു സംഭവം ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം
കൊൽക്കത്തയാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊൽക്കത്തയിലാണ്. അതുപോലെ തന്നെ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും എവിടെ തന്നെയാണ്? കൊൽക്കത്തയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബൊട്ടാണിക്കൽ സർവേ നമ്മൾ ആദ്യം നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു, ലക്നൌവിലെന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ബൊട്ടാണിക്കലുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു, ഒരു സർവേ, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊൽക്കത്ത. ബൊട്ടാണിക്കൽ പറഞ്ഞാൽ നമ്മൾ ബോട്ടണി സുവോളജി എന്നല്ലേ പറയുന്നത്. അപ്പോൾ ബൊട്ടാണിക്കൽ പറയുമ്പോൾ സുവോളജിക്കൽ പറയണം. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ആ സർവേ ഓഫ് ഇന്ത്യ രണ്ടും പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ന് പറയുന്നു ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഡെറാഡൂണിലാണ്. 1981 ഈ സ്ഥാപനം നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യ എന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ഇന്ത്യൻ മാപ്പൊക്കെ തയ്യാറാക്കുന്ന സർവേ ഓഫ് ഇന്ത്യ, അതും ഇവിടെ തന്നെയാണ്, ഡെറാഡൂണിലാണ്. അപ്പോൾ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഡെറാഡൂൺ, സർവേ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്, എവിടെ തന്നെയാണ്? ഡെറാഡൂണിൽ തന്നെയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ആദ്യം പറഞ്ഞു നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിനകത്തുനിന്ന് തന്നെ നമുക്ക് ലക്നൗ എന്നുള്ള വേർഡ് കിട്ടും. എങ്ങനെയാണ് നോക്കി? നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബൊട്ടാണിക്കൽ എന്ന് പറയുമ്പോൾ അതിൽ അവസാനം നോക്കി, അവസാനം NICAL അല്ലേ? അതിനൊന്ന് തിരിച്ച് വായിച്ച് നോക്കിയേ. LACINA അതിന് നമുക്ക് ലക്കിന, LACI, സി എന്ന് പറയുമ്പോൾ കായലെടുക്കുക, ആ ഒരു പ്രൊനൗൺസിയേഷൻ എടുക്കുക. അപ്പോൾ ലക്കിന എന്ന് വേണമെങ്കിൽ വായിക്കാം. അപ്പോൾ ലക്നൗ, അപ്പോൾ ലക്നൗ നമുക്ക് അങ്ങനെ കിട്ടും വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കൊൽക്കത്തയാണെന്ന് ഓർത്തോണം, മറന്നു പോകരുത്. നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് ലക്നൗ ആണെന്ന് മറക്കല്. ഓക്കെ ആണോ? ഇനി അടുത്ത് പറയുന്നു, ശ്രദ്ധിക്കുക. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരം ഡൽഹിയാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഡൽഹിയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ അത് ജയ്പൂരിലാണ്. അപ്പോൾ ആയുർവേദത്തിൻ്റെ രണ്ട് സ്ഥാപനങ്ങൾ. ഓൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ അതെവിടെയാണ്? ഡൽഹിയിലാണ്. അത് വലിയ സ്ഥാപനമല്ലേ. അപ്പോൾ ഓൾ ഇന്ത്യ മൊത്തം, ഇന്ത്യയുടെ മൊത്തമാണ്. അപ്പോൾ ഓൾ ഇന്ത്യ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡൽഹി, ഇന്ത്യയുടെ തലസ്ഥാനം, ക്യാപിറ്റൽ ഡൽഹി, അപ്പോൾ ന്യൂഡൽഹി. അപ്പോൾ അങ്ങനെ കൊടുക്കാം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ചോദിച്ചാൽ ഡൽഹിയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ജയ്പൂരാണ്. അടുത്ത് പറയുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി. ഇമ്മ്യൂണോളജി എവിടെയെന്ന് ചോദിച്ചാൽ അതും ന്യൂഡൽഹിയിലാണ്. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി ന്യൂഡൽഹി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് അത് ഭുവനേശ്വറാണ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് എന്ന് ചോദിച്ചാൽ ഭുവനേശ്വർ എവിടെയെന്ന് ചോദിച്ചാൽ ഒഡീഷയിലാണ്. പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഡൽഹി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂരിലാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി ന്യൂഡൽഹി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആണ് ഭുവനേശ്വർ. മനസ്സിലാവുന്നുണ്ട്? ഓക്കെ, അടുത്ത് പറയുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓയിൽ പാം റിസർച്ച്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓയിൽ പാം റിസർച്ച് പെഡവേഗി. ഓക്കെ, പെഡവേഗി എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓയിൽ പാം റിസർച്ച് എവിടെയെന്ന് ചോദിച്ചാൽ പെഡവേഗി, ആന്ധ്രാപ്രദേശ്. അടുത്ത് പറയുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. നമ്മൾ കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ക്ലാസ് ചെയ്തപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു ആലപ്പുഴയുടെ കാര്യം അവിടെ പറഞ്ഞായിരുന്നു, നമ്മൾ പൂനെയുടെ കാര്യം അവിടെ പറഞ്ഞില്ല. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ ആസ്ഥാനം പൂനെയാണ്. അതിൽ കേരളത്തിൻ്റെ സബ് ബ്രാഞ്ചാണ് ഇവിടെ വരുന്നത്, കേരളത്തിൽ വരുന്നത്. അതിൻ്റെ ഒരു സബ് ബ്രാഞ്ചാണ് ഇവിടെ വരുന്നത്, കേരളത്തിൽ വരുന്നത്. അത് കേരളത്തിൽ എവിടെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലാണ്. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയണം? പൂനെയും പറയണം, ആലപ്പുഴയും പറയണം. പൂനെ ആൻഡ് ആലപ്പുഴ. അടുത്ത് പറയുന്നത് നമ്മൾ ഇതും പഠിച്ചതാണ്, കേരള അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തോന്നയ്ക്കൽ. അതും കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങൾ എന്ന ക്ലാസ്സിൽ പഠിച്ചതാണ്. അടുത്ത് സെൻറ്റർ ഫോർ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ്. ഓക്കെ, സെൻറ്റർ ഫോർ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണെന്ന് ഓർക്കുക. സെൻറ്റർ ഫോർ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓയിൽ പാം റിസർച്ച് പെഡവേഗി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെ, ആലപ്പുഴ, കേരള അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തോന്നയ്ക്കൽ, സെൻറ്റർ ഫോർ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ഹൈദരാബാദാണെന്ന് കൂടി ഓർക്കുക. അടുത്ത് പറയുന്നു സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CMFRI. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ്. ഓർക്കുക, CMFRIയുടെ ആസ്ഥാനം കൊച്ചിയാണെന്ന് ഓർക്കുക. അടുത്ത് പറയുന്നു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എന്ന് കണ്ടാൽ CIFT എന്ന് കണ്ടാൽ അതും കൊച്ചിയിലാണ്. കൊച്ചിയിലെ രണ്ട് സ്ഥാപനങ്ങൾ ഓർക്കുക, CMFRI, CIFT. CMFRIയും CIFTയും എവിടെയെന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ്. മറക്കോ? ഇല്ല. അടുത്ത് പറയുന്നു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോട്ടൺ റിസർച്ച്. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോട്ടൺ റിസർച്ച് നാഗ്പൂരിലാണ്. അതവിടെ പറയാൻ കാരണം അതുപോലെ ഒരു സ്ഥാപനം, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഓൺ കോട്ടൺ ടെക്നോളജി.
അപ്പോൾ റിസർച്ച് ഓൺ കോട്ടൺ ടെക്നോളജി എന്നും കൂടി വന്നു കഴിഞ്ഞാൽ അത് മുംബൈയിലാവും. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോട്ടൺ റിസർച്ച് നാഗ്പൂരിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഓൺ കോട്ടൺ ടെക്നോളജി എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരം അത് മുംബൈയിലാണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണ്? സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി, ദെൻ അതുപോലെ തന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി അതും കൊച്ചിയിലാണ്. നാഗ്പൂരിലെ സ്ഥാപനം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോട്ടൺ റിസർച്ച്, ദെൻ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഓൺ കോട്ടൺ ടെക്നോളജി. കോട്ടൺ ടെക്നോളജി എന്ന് വന്നാൽ മുംബൈ, കോട്ടൺ റിസർച്ച് എന്ന് മാത്രം വന്നാൽ നാഗ്പൂരാണ്. ഓക്കെ, അടുത്ത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരം മുംബൈയിലാണ്. അപ്പോൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചാൽ മുംബൈയിലാണെന്ന് പഠിച്ചോണം. അടുത്തത് പറയുന്നു ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ക്യാൻസർ റിസർച്ച്. ക്യാൻസർ റിസർച്ച് എന്ന് കണ്ടാലും മുംബൈ ആണ്. ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ക്യാൻസർ റിസർച്ച് എവിടെയെന്ന് ചോദിച്ചാലും മുംബൈ ആണ്. മറക്കോ? ഇല്ല. മുംബൈയിലെ 2 സ്ഥാപനങ്ങൾ പറഞ്ഞു. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ മുംബൈ, ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ക്യാൻസർ റിസർച്ച് ചോദിച്ചാലും മുംബൈയിലാണ്. അടുത്ത് പറയുന്നു സെൻട്രൽ ഇൻലാൻഡ് ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത. സെൻട്രൽ ഇൻലാൻഡ് ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതെവിടെയെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിലാണ്. അടുത്ത് പറയുന്നു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ എവിടെയെന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം ഭുവനേശ്വർ, ഒഡീഷയാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റുകൾ ഇത്രയേ ഉള്ളൂ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ മുംബൈയിലാണ്. ദെൻ ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ക്യാൻസർ റിസർച്ച് അതും മുംബൈയിലാണെന്ന് ഓർക്കുക. സെൻട്രൽ ഇൻലാൻഡ് ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത. ദെൻ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ ചോദിച്ചാലും എവിടെ തന്നെയാണ്? ഭുവനേശ്വർ തന്നെയാണെന്ന് അതും കൂടെ ഒന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, നമ്മൾ ഈ പ്രധാനപ്പെട്ട എല്ലാ ഗവേഷണ കേന്ദ്രങ്ങളും സ്ഥാപനങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു ഇതെല്ലാം. ഇനി നമ്മൾ എന്തിലോട്ടാണ് പോകുന്നത്? നമ്മളിനി പോകാൻ പോകുന്നത് ഒരു ക്വിക്ക് റിവിഷനാണ്. ഇപ്പം നമ്മൾ പഠിച്ച് വെച്ചതല്ലേ ഉള്ളൂ. നമ്മളിനി പഠിച്ചതിനെ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഓരോ സ്ഥാപനങ്ങളുടെ പേര് ഞാൻ വായിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ എവിടെയാണ് അതിൻ്റെ ആസ്ഥാനം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം സ്ഥാപനത്തിൻ്റെ പേര് വായിച്ചിട്ട് ഓർക്കാനുള്ള സമയവും കൂടി തരാം. ശ്രദ്ധിക്കാം. ആദ്യത്തേത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, IISER. അപ്പോൾ അതിൻ്റെ കോഡൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ കോഡ് എന്താണ്? ആരുടെ ബേട്ടിയാണെന്നൊന്ന് ഓർത്ത് വയ്ക്കുക. ആരാണ്? മോഹൻ്റെ പൂജാ ബേട്ടി. എങ്ങനെയാണ്? അനന്തനെ കൊല്ലാൻ പാലിൽ ഐസ് ചേർത്തു. അപ്പോൾ അത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ മോഹൻ്റെ എന്ന് പറയുമ്പോൾ മൊഹാലേ, പൂജാ ബേട്ടി എന്ന് പറയുമ്പോൾ പൂനെ, ബേട്ടി എന്ന് പറഞ്ഞാലോ ബർഹാംപൂരും ഉണ്ട്, തിരുപ്പതിയുമുണ്ട്. അനന്തനെ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരമുണ്ട്. ദെൻ കൊല്ലാൻ എന്ന് പറയുമ്പോൾ കൊൽക്കത്ത, പാലിൽ എന്ന് പറഞ്ഞാലോ ഭോപ്പാലാണ്. ഐസ് എന്ന് പറയുമ്പോൾ ഐസറാണെന്ന് കൂടി ഓർക്കാം. അപ്പോൾ ഇനി ഞാൻ സ്ഥാപനങ്ങൾ ഓരോന്നായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആസ്ഥാനം കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊൽക്കത്ത, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊൽക്കത്ത, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഡെറാഡൂൺ, ഇന്ത്യയുടെ മാപ്പൊക്കെ തയ്യാറാക്കുന്ന സർവേ ഓഫ് ഇന്ത്യ ഡെറാഡൂൺ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ന്യൂഡൽഹി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി ന്യൂഡൽഹി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ഭുവനേശ്വർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓയിൽ പാം റിസർച്ച് പെഡവേഗി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെ ആലപ്പുഴ, കേരള അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തോന്നക്കൽ തിരുവനന്തപുരം, സെൻറ്റർ ഫോർ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ഹൈദരാബാദ്, സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CMFRI കൊച്ചി, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി SIFT കൊച്ചി, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോട്ടൺ റിസർച്ച് നാഗ്പൂർ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഓൺ കോട്ടൺ ടെക്നോളജി മുംബൈ,
സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ, മുംബൈ. ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ക്യാൻസർ റിസർച്ച്, മുംബൈ. സെൻട്രൽ ഇൻലാൻഡ് ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊൽക്കത്ത. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ, ഭുവനേശ്വർ. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഗവേഷണ കേന്ദ്രങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഗവേഷണ കേന്ദ്രങ്ങൾ കാർഷികമായാലും ഏത് തരത്തിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളായാലും നമ്മൾ 4 ക്ലാസ്സുകൾ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ടും കാണുക. ഇനി ഏതെങ്കിലും പ്രീവിയസ് ആയിട്ട് ഉള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മാത്രം അടുത്തൊരു പാർട്ട് ചെയ്യുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ തന്നെ മതിയാവും. പരീക്ഷയ്ക്ക് PSC പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും തന്നെ ഏകദേശം മതിയാകും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതോടൊപ്പം ചേർന്നിരിക്കുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നത് എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുകയുള്ളൂ. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കാണുമ്പോഴേക്കും നന്ദി.